എന്റെ പേര് ശിവന്തി എന്നാണ്. ഇതൊക്കെ അറിയാം പീരിയോഡിക് ടേബിളില് കുറെ എലമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ? എത്ര എലമെന്റ്സ് വരെ അറിയാം? അപ്പൊ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിള്. ഇതില് ഓരോ ബ്ലോക്കിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം 2 പിങ്ക് കളറിൽ കൊടുത്തിട്ടില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മൾ പീരിയോഡിക് ടേബിളില് പൊതുവായിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതില് 4 ബ്ലോക്ക് എന്ന് പറഞ്ഞാല് SPDF ഇങ്ങനെ 4 ബ്ലോക്കുകളാണ്. അതിൽ ലിഥിയം ബെറിലിയം ഒരു സൈഡിലുണ്ട് അല്ലെ? ആ ലിഥിയം ബെറിലിയം ഉള്ളത് S ബ്ലോക്ക്. ബോറോൺ തൊട്ട് നിയോൺ വരെ ഉള്ളതില്ലേ 6 എണ്ണം, അത് P ബ്ലോക്ക്. നടുക്കുള്ള സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ളത് D ബ്ലോക്ക്. അടിയിലുള്ളത് F ബ്ലോക്ക്. 4 ബ്ലോക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ലിഥിയം ബെറിലിയം ഉള്ളത് S ബ്ലോക്ക്. ബോറോൺ തൊട്ട് നിയോൺ വരെയുള്ളത് P ബ്ലോക്ക്. ബ്ലൂ കളറിൽ കണ്ടോ സ്കാൻഡിയം തൊട്ട് സിങ്ക് D ബ്ലോക്ക്. അടിയിൽ സെപ്പറേറ്റ് ആയിട്ട് 2 പേര് കിടക്കുന്നുണ്ടോ? ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കൊണ്ട് എല്ലയും ഏസിയും അവര് F ബ്ലോക്ക്. അപ്പൊ പീരിയോഡിക് ടേബിൾ മനസ്സിലായോ? ഇങ്ങനെയാണ്. അല്ല എസും പിയും നമുക്ക് പഠിക്കാനില്ല. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഡിയും എഫും ആണ്. സെന്ററിലുള്ള ഡി ബ്ലോക്കും അടിയിലുള്ള എഫ് ബ്ലോക്കിനെ കുറിച്ചാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 30 എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാം. ആ 30 എലമെന്റ്സിൽ 21 മുതൽ 30 വരെയുള്ള 40 വരെയുള്ള എലമെന്റ്സ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലുള്ളത്? 30 വരെയുള്ളത്. 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിലുള്ളത്. ഓക്കെ. അപ്പൊ ഈ ബ്ലോക്കില് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പേരുകൾ നമുക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പൊതുവെ ജനറലി പറയാം 21 മുതൽ 30 വരെയുള്ളത് നമുക്ക് ഡി ബ്ലോക്ക് ആണെന്ന് പറയാം. അപ്പൊ ഈ ബ്ലോക്കുകൾ എങ്ങനെയാണ്, ഈ ഓരോ ബ്ലോക്കുകൾ എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഫില്ലിംഗ് ഓർഡർ അനുസരിച്ചാണ്. അപ്പൊ ഈ എലമെന്റുകളെ ഫില്ല് ചെയ്യാൻ ഷെൽ കോൺഫിഗറേഷനും ഉണ്ട്, സബ് ഷെൽ കോൺഫിഗറേഷനും ഉണ്ട്. അതിൽ ഷെല്ലുകൾ എത്ര ഉണ്ട് അറിയോ എന്നാ ചോദിച്ചു. എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് അറിയോ? സബ് ഷെൽ അറിയോ? ഷെല്ലില്ലേ KLMN കേട്ടിട്ടുണ്ടോ? അതാണ് ഷെല്ലുകള്. SPDF എന്ന് പറയുന്നതാണ് സബ് ഷെല്ലുകൾ. അപ്പൊ ഈ KLMN എന്ന് പറയുന്നതാണ് നമ്മുടെ ഷെൽ ആൾക്കാർ. ഒന്നാമത്തെ ഷെല്ലിൽ ആരാ നിൽക്കുന്നത്? ഫസ്റ്റ് എനർജി ലെവൽ. ആളുടെ പേരെന്താ? ആ ഷെല്ലിന്റെ പേരെന്താ? ഫസ്റ്റ് എനർജി ലെവലിന് എഴുതിയതിന്റെ അവിടെ തന്നെ ഉണ്ടല്ലോ പേര്. ആണ് ഫസ്റ്റ് ഷെല്ലിന്റെ പേര്. സെക്കൻഡ് ഷെല്ലിന്റെ പേരെന്താ? L ആണ്. തേർഡോ? M. എന്നോ? എത്രാമത്തെയാണ് N? ഫോർത്ത് ആണ്. അപ്പൊ ഇത് മറക്കരുത്. 4 ഷെല്ലുകളാണ് നമുക്കുള്ളത്. KLMN. ഓക്കെ. ഇനി ഇവരില് ഇത്ര ഇലക്ട്രോണുകളെ അവർക്ക് കൂടെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുണ്ട്. അതായത് കെയിലാകെ 2 ഇലക്ട്രോൺസിന് മാത്രമേ അവര് കൊണ്ടുപോകുള്ളൂ. Lല് 8 എണ്ണം, Mല് 18 എണ്ണം, Nല് 32 എണ്ണം. ഞാൻ ചോദിക്കും, Kല് 2 എണ്ണം, Lല് 8 എണ്ണം, Mല് 18 എണ്ണം, Nല് 32 എണ്ണം. ഇത് അവരുടെ ഉള്ളിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇതിനൊരു ഫില്ലിംഗ് ഓർഡർ ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ 18 എണ്ണത്തിന് ഒരുമിച്ച് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത്ര എണ്ണം വെച്ച് കയറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത ഇലക്ട്രോണുകൾ അവർ കയറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മള് കെയില് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ Lലേക്ക് 8 എണ്ണത്തിന് കൊടുത്തു. പിന്നെ Mല് 18 എണ്ണം കൊള്ളില്ലേ? പക്ഷെ അവര് ആകെ 8 എണ്ണത്തിന് മാത്രമേ മേടിക്കുള്ളൂ. എന്നിട്ട് N ബാക്കി 2 എണ്ണത്തിന് മേടിക്കും. അതായത് Nല് 32 എണ്ണത്തില് 2 എണ്ണത്തിന് മേടിച്ചു. അപ്പൊ ആദ്യം Kല് 2 എണ്ണത്തിന് കൊടുത്തു, Lല് 8 എണ്ണം, 8 പിന്നെ 2. മനസ്സിലായി? 2, 8, 8, 2 രീതിയിലാണ് ആദ്യം ഫില്ല് ചെയ്ത് പോവുക. എന്നിട്ട് തിരിച്ച് 18 എണ്ണത്തിൽ ബാക്കി 10 എണ്ണം ഉണ്ടല്ലോ, അവരെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് 32 എണ്ണത്തില് ബാക്കി 30 എണ്ണത്തിന് കൊടുക്കുക. ഇതാണ് അവരുടെ ഓർഡർ. ഫില്ലിംഗ് ഓർഡർ എന്ന് പറയുന്നത് 2, 8, 8, 2 ആണ്. മനസ്സിലായോ? അവർ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, 8, 18, 32 ആണ്. പക്ഷെ ഫില്ല് ചെയ്യേണ്ട രീതി 2, 8, 8, 2 ആണ്. രണ്ടും മനസ്സിലായോ വ്യത്യാസം? ഇപ്പൊ സംഭവം ക്ലിയർ ആയില്ലേ? ഇവർക്ക് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഷെല്ലിന്റെ ഉള്ളിലാണ് സബ് ഷെല്ലുകൾ. സബ് ഷെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഷെല്ലിന്റെ ഉള്ളിലുള്ള സബായിട്ടുള്ള ആൾക്കാരാണ് സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ് ഷെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് K എന്ന് പറയുന്ന ഷെല്ലിന്
ഒരൊറ്റ സബ്ഷെല്ലുള്ളൂ. അതായത് KLMN എന്ന് പറയുന്ന പോലെ തന്നെയാണ് SPDF. എസ് എന്ന് പറഞ്ഞാൽ K ഒന്നാമത്തെ അല്ലേ, അതിൽ ഒരു സബ്ഷെല്ലുള്ളൂ, അതാണ് എസ്. എൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ്? രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിൽ രണ്ട് സബ്ഷെൽ ഉണ്ടായിരിക്കും, എസ് ഉണ്ടായിരിക്കും, പി ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എമ്മിൽ എത്ര ഉണ്ടാവും? SPD. ക്ലിയർ ആയല്ലോ? ഇത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫില്ലിങ്, നമ്മുടെ ഓരോ ഷെല്ലിലും എത്ര എണ്ണം വെച്ച് കൊള്ളും എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെയാണ് സബ്ഷെല്ലും. അതിന്റെ ഉള്ളിൽ ഇപ്പോ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണത്തിൽ മാറ്റം വരില്ലല്ലോ, ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ എസ് എന്ന് പറയുമ്പോൾ കേരള ഉള്ള ആകെയുള്ള ആള് എസ് ആണ്. അപ്പൊ എസ്സിൽ എത്ര എണ്ണേ കൊള്ളുള്ളൂ? കേരള എത്ര എണ്ണം കൊള്ളുവോ അത്രയും തന്നെ എസ്സിൽ കൊള്ളുള്ളൂ. അപ്പൊ രണ്ടെണ്ണേ കൊള്ളുള്ളൂ. അപ്പൊ കെ സെറ്റ് ആയില്ലേ? അടുത്ത ആളാണ് എൽ. എൽ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കൊള്ളുന്നു? 8 എണ്ണം. 8 എണ്ണത്തില് എത്ര സബ്ഷെൽ ഉണ്ട്? പക്ഷെ എല്ലിന് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് എത്ര സബ്ഷെൽ? 2 എണ്ണം ഉണ്ട്. എസ് ഉണ്ട്. അപ്പൊ എസ് ആണെങ്കിലും എസ്സിൽ 2 എണ്ണേ കൊള്ളുള്ളൂ. ക്ലിയർ ആയോ? ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എല്ലിൽ 8 എണ്ണം ഉണ്ട്. എല്ലിന് 2 സബ്ഷെല്ലുകളാണുള്ളത്, എസും പിയും. എസ്സിൽ 2 എണ്ണം കൊള്ളു. അങ്ങനെയാണെങ്കിൽ പിയിൽ എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 6 എണ്ണം. ഇനിയുള്ള ഏത് പിയും 6 എണ്ണമായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ കാര്യം, മൂന്നാമത്തെ ഷെല്ലാവുമ്പോ 3 സബ്ഷെല്ലല്ലേ അതിനുണ്ടാവുക അല്ലേ? അങ്ങനെയാണെങ്കിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ആർക്ക്? എം എന്ന് പറയുന്ന ഷെല്ലിന്. അപ്പൊ ഷെല്ല് SPDF സബ്ഷെൽ ആണ്. അല്ല എഫിന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ. എഫിൽ അപ്പൊ എത്ര എണ്ണം കൊള്ളും? എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ 10 എണ്ണം. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ സബ്ഷെല്ലിനും ഒരു ഫില്ലിംഗ് ഓർഡർ ഉണ്ട്. ആദ്യം നമ്മുടെ ആരോ നോക്കൂ, 1s2 പോകുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ 1s2 എന്ന് പറയുമ്പോൾ എസ് സബ്ഷെല്ലിൽ 2 എണ്ണേ കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വന്നാൽ ഒരെണ്ണം കൊള്ളും, 2 എണ്ണം വന്നാൽ അത് ഫില്ലായി. അങ്ങനെയാണ് അർത്ഥം. ഓക്കെ. അപ്പൊ 1s2 നിന്ന് പിന്നെ എവിടേക്കാ പോകുന്നത് ആരോ? 2s2. 2s2 നിന്ന് എവിടേക്കാ പോകുന്നത്? 2s2, 2p6. പിന്നെ എവിടേക്കാ പോകുന്നത്? 3s2. 3s2 നിന്ന് എവിടേക്ക് പോകുന്നു? 3p6 കഴിഞ്ഞാൽ ശരിക്കും പോകേണ്ടത് ആരാ? പക്ഷെ അത് എവിടേക്കാ പോകുന്നത്? 4sലേക്ക്. അതവിടെ ശ്രദ്ധിക്കണം. കാരണം എസ്സിൽ ഫില്ലിങ് കഴിഞ്ഞിട്ടേ എവിടേക്ക് പോവുള്ളൂ? ഡിയിലേക്ക് ഫില്ലിങ് പോവുള്ളൂ. അപ്പൊ 4s2 കഴിഞ്ഞിട്ടേ 3dയിലേക്ക് പോവുള്ളൂ. 3d കഴിഞ്ഞ് 4p, 5s അങ്ങനെ പോകും. ഇത്രയും വരെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ 3p കഴിഞ്ഞ് 3d അല്ല 4s2യിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ നമ്മളുടെ എലമെന്റ്സ്, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൻഡിയത്തിലാണ്. നമുക്ക് വേണ്ടത് സിങ്ക് വരെയാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ളതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആയാലും 21ാമത്തെ എലമെന്റ് തൊട്ട് 30ാമത്തെ എലമെന്റ് വരെ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി അറിയാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വാൻഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. സിമ്പലും തന്നിട്ടുണ്ട്. അപ്പൊ 21 എന്ന് പറയുമ്പോ അതിന്റെ ഇവിടെ തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ എന്തിന്റെയാണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? KLMN ആണ് ഷെൽ അല്ലെ? 2882 എന്ന് പറയുമ്പോ എത്രണ്ണായി മൊത്തം? അത് 20. സ്കാൻഡിയം എത്രാമത്തെ എലമെന്റ് ആണ്? 21. അപ്പൊ എങ്ങനെയായിരിക്കും കോൺഫിഗറേഷൻ വരിക? 2882 വരെ ഫില്ലാണ്. ഇനി 21 വരുമ്പോ എങ്ങനെ വരും? ഇപ്പൊ 2892. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ 1s2, 2s2 എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? കെയിലെ ആദ്യത്തെ ആണ് എന്ത്? 1s2. ഒന്നാമത്തെ ഷെല്ലിന്റെ ആണ്, കെയാണ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ, അതുകൊണ്ടാണ് 2 കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ 2 ആൾക്കാരുണ്ടല്ലോ, 2 ഉണ്ട്, 2s ഉണ്ട്, p ഉണ്ട്. അപ്പൊ 2s, 2p. രണ്ടാമത്തെ ഷെല്ലിലെ എസും പി എന്നാണ് അർത്ഥം. അവരെത്ര എണ്ണം ഉണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 8 എണ്ണം. അപ്പൊ 2 മാറും, 8. കറക്റ്റ് ആയില്ലേ? മൂന്നാമത്തത് എത്ര ആൾക്കാരുണ്ട്? 3ല്. എമ്മില് എത്ര ആൾക്കാരുണ്ട്? 1s2 ഒക്കെ 1ലല്ലേ കിടക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുമ്പോ 3ലെ 3s, 3p, 3d. എന്നാൽ 3p കഴിഞ്ഞ് 3dയിലേക്ക് പോകുമോ? ഇല്ല. അപ്പൊ 3s 2 എണ്ണം ഫില്ലായി, 3p 6 ഫില്ലായി. ഇനിയുള്ളത് 3d ആണ്. പക്ഷെ 3dയിലേക്ക് പോവാതെ 4sൽ ഫുൾ ആക്കിയതിനു ശേഷം മാത്രമേ
3Dയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോ 3Dയിൽ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 2, 8, 9, 2 എന്നാണ് നമ്മുടെ ഓർഡർ. അപ്പോ 3Pയില് എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം ഫില്ലാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 3Dയിൽ 2 എണ്ണം കൊടുക്കാൻ പറ്റത്തില്ല. എസിനെ ഫില്ല് ചെയ്തു. എസിൽ ഓൾറെഡി 2 എണ്ണം കൊടുത്തു നമ്മള്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരെണ്ണത്തിനെ കൊടുത്തു. അപ്പൊ മൊത്തം എത്ര എണ്ണമായി? 3യില് 9 എണ്ണം വന്നു, 4s2ല് വന്നു, 2 എണ്ണം വന്നു. മനസ്സിലായോ? 1 2 എണ്ണേ ഉള്ളൂ. 2 2 കൂടി കൂട്ടുമ്പോ 8 എണ്ണം, 3 കഴിയുമ്പോ 3 കൂടി കൂട്ടിയത് 9 എണ്ണം, 4ല് 2 എണ്ണം. 2, 8, 9. ക്ലിയർ ആയോ?